നമസ്കാരം. ഞാൻ ഷെറിൻ ടൈറ്റസ്, ചീഫ് ഫിസിയോതെറപ്പിസ്റ്റ്, ഷെറിൻസ് ഫിസിയോ കെയർ കഴക്കൂട്ടം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഹൗ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് അഫക്ട്സ് മസ്കുലോസ്കെലിറ്റൽ ഹെൽത്ത്, അഥവാ നമ്മുടെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ എങ്ങനെ നമ്മുടെ മസ്കുലോസ്കെലിറ്റൽ അഥവാ സന്ധിബന്ധങ്ങൾ, പേശികൾ എന്നിവയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിനെ പറ്റിയാണ്. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ നമുക്കറിയാം, വളരെ ഫാസ്റ്റ് പേസും ഭയങ്കര മോഡേണുമാണ്. വിച്ച് മീൻസ് നമ്മൾ പണ്ട് വളരെയധികം ഫിസിക്കൽ എഫേർട്ട് ഇട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങൾക്കും ഇന്ന് അത്ര എഫേർട്ടൊന്നും വേണ്ടാതെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സിൽ അവൈലബിൾ ആണ്. വിച്ച് ഹാസ് ഇമ്മെൻസ്ലി അഫക്റ്റഡ് ആ റേറ്റ് ഓഫ് മൂവ്മെൻറ്റ്. നമ്മുടെ മൂവ്മെൻറ്റിനേക്ക് അത് വളരെയധികം രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറേ അധികം കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഇട്ട് ജിമ്മിൽ പോവുകയോ എക്സസൈസസ് ചെയ്യുകയോ എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു അനിവാര്യ ഘടകമായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മൾ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മളധികവും മോസ്റ്റ്ലി നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സിറ്റിങ്ങിലോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മോണിറ്ററിന് മുമ്പിൽ ഇരിക്കുന്നതോ ഫോണിലിരിക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളിലാണ്. മൂവ്മെൻറ്റ് വളരെയധികം കുറഞ്ഞു പോയി. ഇനി എന്താണ് ലൈഫ് സ്റ്റൈൽ? ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു കോൺസെപ്റ്റ് ഡയറ്റ് അല്ലെങ്കിൽ ഫുഡ് ഇൻടേക്ക് എന്നാണ്. അത് മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് വളരെ ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. അതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ടുള്ള സിറ്റിംഗ് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് സിറ്റിംഗ്, എസ്പെഷ്യലി ഡെസ്ക് ജോബ് അല്ലെങ്കിൽ IT പ്രൊഫഷണൽസ്, മോണിറ്റർ വർക്കൊക്കെ ചെയ്യുന്നവരിലുള്ള കാര്യങ്ങൾ. പിന്നെ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള സ്ട്രെയിൻസ്, സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വീട്ടിലെ ജോലികളും മറ്റും ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ ചെയ്യുന്ന റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹെവി ആയിട്ടുള്ള കുക്കേഴ്സ് ലിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സോട്ടയിങ് മൂവ്മെൻറ്റ്സ് ചെയ്യുക. അതുവഴി അവർക്ക് വരുന്ന ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ എൽബോ പെയിൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഉള്ള പ്രധാന പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീൻ ടൈമിൻ്റെ ഇത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കം, പണ്ടൊക്കെ ടൈമായിട്ട് കൃത്യസമയത്തൊക്കെ ഉറങ്ങിക്കൊണ്ടിരുന്ന നമ്മൾ, നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നവരുടെ കാര്യം വേറെയാണ്. അല്ലാതെ തന്നെ സ്ക്രീനിൻ്റെ ഉപയോഗം കാരണം ഉറക്കം വളരെയധികം ലേറ്റായിട്ട് മിഡ് നൈറ്റും കഴിഞ്ഞ് ഉറങ്ങിപ്പോകുന്ന ഒരു പ്രക്രിയ. ലാക്ക് ഓഫ് സൺ എക്സ്പോഷർ, അതുവഴി ഉണ്ടാകുന്ന വൈറ്റമിൻ D ഡെഫിഷ്യൻസീസ്, അങ്ങനെ ഉണ്ടാകുന്ന കുറേയധികം ജോയിൻ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ജോയിൻ്റ് പെയിൻ. പിന്നെ ഡീഹൈഡ്രേഷൻ, കൃത്യമായ സമയത്ത് പ്രോപ്പറായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാത്തതിൻ്റെ ഭാഗമായി നമുക്കുണ്ടാകുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ഇത് നോക്കിയാൽ അറിയാൻ പറ്റും, ഇങ്ങനെ കുറേ കാര്യങ്ങളിലൂടെയാണ് ഇന്ന് മോസ്റ്റ്ലി എല്ലാവരും തന്നെ കടന്നു പോകുന്നത്. അപ്പോൾ ഓവർ എ പീരീഡ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ബോഡി സസ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ കുറേ അധികം ഇംബാലൻസസ് നമ്മുടെ ജോയിൻറ്റിലും ബോണിലും മസിൽസിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ അതുവഴി നമുക്ക് പതിയെ പെയിൻ എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് നമ്മൾ പോകും. കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഷോൾഡർ പെയിൻ, നീ പെയിൻ, അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ കഴപ്പ്, മസിൽ പെയിൻ എന്നൊക്കെ ആൾക്കാർ അധികം ഇപ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അവർ ആ പെയിനിനോട് മാത്രമാണ് അവരെപ്പോഴും ആട്രിബ്യൂട്ട് ചെയ്യുന്നത്, വേദനയാണ്. അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് കോസസ് എന്താണെന്ന് മിക്കവരും ചിന്തിക്കാറില്ല. അല്ലെങ്കിൽ അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കാരണമാണ് അതുണ്ടാകുന്നതെന്ന് തന്നെ പലരും വളരെ ലേറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത് തന്നെ. അപ്പോൾ പെയിൻ വരുമ്പോൾ കോമൺ ആയിട്ട് സംഭവിക്കുന്ന മിസ്റ്റേക്സ് എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള പെയിൻ കില്ലേഴ്സിൻ്റെ യൂസേജ്. അതായത് നമ്മുടെ ജോലികൾ നമുക്ക് ചെയ്തേ പറ്റൂ, അപ്പോൾ പിന്നെ വേദനയോടുകൂടെ ചെയ്യുന്നതിന് പകരം തൽക്കാലം ഒരു പെയിൻ കില്ലർ കഴിക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ജോലികൾ തുടർന്ന് ചെയ്യാം. ആ പെയിനോടുകൂടെ തന്നെ പുഷ് ചെയ്ത് പിന്നെയും ജോയിൻറ്റിനെയും മസിൽസിനെയൊക്കെ സ്ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രവണത. പിന്നെ കണ്ടുവരുന്നത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കുറേ സമയം ഇരിക്കുന്നുണ്ടായിരിക്കും നമുക്ക് പെയിൻ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സസൈസസ് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് അഡ്വൈസ് ഇല്ലാണ്ട് യൂട്യൂബൊക്കെ നോക്കി എക്സസൈസസ് ചെയ്യുക. യൂട്യൂബിലെ എക്സസൈസസ് മോശമാണെന്നല്ല, എല്ലാ എക്സസൈസസും എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണമെന്നില്ല. ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് ഡിഫറെൻ്റാണ്, ഓരോരുത്തർക്കും പെയിൻ ഉണ്ടാകുന്ന കാരണങ്ങളും ഡിഫറെൻ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ഒരു എക്സ്പേർട്ട് അഡ്വൈസോടുകൂടെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഹെൽപ്ഫുൾ. അപ്പോൾ ഇങ്ങനത്തെ കുറേ മിസ്റ്റേക്സ് വരുമ്പോൾ സംഭവിക്കുന്നത് ഈ പെയിൻ ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇത് ഒട്ടും സബ്സൈഡ് ആവത്തുമില്ല. ടെമ്പററി ആയിട്ടൊരു റിലീഫ് കിട്ടും, കുറച്ച് ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കുന്നു, കുറച്ച് ദിവസം മെഡിസിൻ എടുക്കുന്നു, ജോലിയിൽ നിന്നൊക്കെ ലീവ് എടുത്ത് റെസ്റ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ ജോലികളിലോട്ട് പോകുമ്പോൾ പിന്നെയും നമുക്ക് പെയിൻ ആവുന്നു. അപ്പോൾ ഈ ഒരു ലൂപ്പിൽ കിടന്ന് നമ്മളിങ്ങനെ ആൾക്കാർ കറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നങ്ങളെന്ന് പറയുന്നത്, എസ്പെഷ്യലി IT പ്രൊഫഷൻസിൽ വളരെ യങ് ഏജിലുള്ളവർക്ക് തന്നെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ നെക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാവുക. പിന്നെ നമ്മൾ
ഏർലി ആയിട്ട് അതായത് ബിഗിനേഴ്സായിട്ട് പോകുന്നവർക്ക് വരുന്ന മസിൽ ഇഞ്ചുറീസ് അല്ലെങ്കിൽ ജോയിൻറ്റ് സ്ട്രെയിൻസ് അതുവഴി ഉണ്ടാകുന്ന പെയിൻ. അപ്പോൾ ഇതൊക്കെയായിട്ട് വളരെ കോമൺ ആയിട്ട് നമുക്ക് ഡെയിലി ബേസിസിൽ കിട്ടുന്ന കേസസാണ്. അപ്പോൾ ഇവരോട് നമ്മൾ ഈ അവയർനെസ് ആയിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇവർ പോലും മനസ്സിലാക്കുന്നത്, ഓക്കെ, വി ഹാവ് ബീൻ ഡൂയിങ് ഓൾ ദിസ് തിങ്സ് റോങ് ഇൻ യുവർ ലൈഫ് സ്റ്റൈൽ. അവരതിനോട് അറിയുന്നു പോലുമില്ല അവരങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ പിന്നെ നമുക്കിത് എങ്ങനെ മാറ്റാൻ സാധിക്കും? മാറ്റേണ്ടത് ബേസിക്കായിട്ടും ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചേഞ്ച് വരുത്തണം എന്നുള്ളത് തന്നെയാണ്. പെയിൻ ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്, അതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മൾ അതെങ്ങനെ ഉണ്ടായി എന്നുള്ള റൂട്ട് കോസസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇതൊക്കെ എല്ലാവർക്കും സാധ്യമാണോ? നമുക്ക് കറക്റ്റ് പോസ്ചറിൽ കുറേ നേരം ഇരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എപ്പോഴും കോൺഷ്യസ് ആയിട്ട് അങ്ങനെ നോക്കാൻ പറ്റുമോ? ഒബ്വിയസ്ലി നമ്മുടെ ലൈഫിലെ കൺസ്ട്രെയിൻസും അല്ലെങ്കിൽ ലിമിറ്റേഷൻസും നമ്മുടെ വർക്ക് പ്രഷറും നമ്മുടെ സമയമില്ലായ്മ മൂലം എല്ലാം എപ്പോഴും ഐഡിയലായിട്ട് ചെയ്യണം എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ബെറ്റർ ആക്കിയെടുത്ത് അങ്ങനെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഓപ്ഷൻ. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു 1/4 മണിക്കൂർ കൂടുമ്പോൾ അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുമ്പോൾ വർക്ക് ചെയ്യുന്നവരാണ്, എസ്പെഷ്യലി IT ജോബ്സ്, മോണിറ്റർ വർക്ക്, സെഡൻറ്ററി ജോബ്സിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളവർ 1 മണിക്കൂറൊക്കെ കൂടുമ്പോൾ ഒന്ന് എഴുന്നേൽക്കുക, ജസ്റ്റ് ഒന്ന് എണീറ്റ് ആ പോസ്ചർ ഒന്ന് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ആ ജോയിൻസിലേക്കൊക്കെ കുറച്ച് മൂവ്മെൻ്റൊക്കെ വരും. അത് ഒന്ന് ആ ഒരേ പോസ്ചറിൽ ഇരിക്കുന്നതിൻ്റെ ആ സ്ട്രെയിനൊക്കെ ഒന്ന് റിലീഫാകും. പിന്നെ ഒരു എക്സ്പേർട്ട് അഡ്വൈസോടുകൂടെ നമുക്ക് അറ്റ് വർക്ക് അല്ലെങ്കിൽ അറ്റ് ഡെസ്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രെച്ചിങ് അല്ലെങ്കിൽ കുറച്ച് എക്സസൈസസ് അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മെയിനായിട്ടും ഈ സൺ എക്സ്പോഷറുടെ കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ തീരെ ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങാതെ എപ്പോഴും ഒരു അടച്ച മുറികളിലാണ് നമ്മളിപ്പോഴും അധികവും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ്. അപ്പോൾ കൃത്യമായ ടൈമിൽ ഇതൊക്കെ ഒന്ന് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ കൃത്യമായ ഒരു ഡോക്ടറുടെ അഡ്വൈസോടുകൂടെ അതിൻ്റെ സപ്ലിമെൻറ്റ്സൊക്കെ എടുത്തു പോവുക. പിന്നെ സ്ലീപ്പ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവരുടെ കാര്യം ഡിഫറെൻ്റ് ആണ്. അല്ലാതെ സ്ക്രീൻ നോക്കി കുറേ അധികം ടൈം അതിൽ വേസ്റ്റ് ചെയ്യുന്നവർ കൃത്യമായി ആ ഒരു ശീലമൊക്കെ മാറ്റിയെടുക്കാനുള്ള ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തി കറക്റ്റ് ടൈമിൽ ഉറങ്ങുക, കൃത്യം ഒരു 6-7 hours ഉറങ്ങുന്നു എന്ന് ഉറപ്പ് വരുത്തുക, അങ്ങനെയുള്ള ചേഞ്ചസ്. പിന്നെ കറക്റ്റ് സമയത്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക. അതുവഴി നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഒരുപാട് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് മെയിനായിട്ടും ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ സ്ട്രെസ്സാണ്. ഡീസ്ട്രെസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ്, ബ്രീത്തിങ് എക്സസൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം ഇമ്പ്രൂവ് ആവും. നമുക്കുണ്ടായിരുന്ന ഒരുപാട് പെയിനും ഡിസ്കംഫർട്ടും ഒക്കെ കുറയുന്നതായിട്ട് നമുക്ക് ഓവർ എ പീരീഡ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആക്കാൻ സാധിക്കും. ഇതിൽ ഈ പെയിന് അവോയ്ഡ് ചെയ്തു പോകുന്ന ഒരു നേച്ചർ പേഷ്യൻസിൽ ഞാൻ കാണാറുണ്ട്. അതായത് ഒരു ചെറിയ പെയിനായിട്ട് തുടങ്ങുന്നതായിരിക്കും, ഇവരിത് അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്ത് പെയിനോടുകൂടെ തന്നെ പുഷ് ചെയ്ത് വളരെ ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ചെന്ന് എത്തിപ്പെടുന്നവരുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ബാക്ക് പെയിനൊക്കെ വന്നിട്ട് അവരുടെ ഏർലി മേ ബി ഒരു ലേറ്റ് 20s അല്ലെങ്കിൽ മിഡ് 20s ഒരു ബാക്ക് പെയിനൊക്കെ വന്നവരായിരിക്കും. അവരത് വലിയ കാര്യമാക്കില്ല, കാരണം നമ്മുടെ പ്രൈം ടൈമാണ്, നമുക്ക് ഫിസിക്കലി കുറേ കൂടെ പുഷ് ചെയ്യാനൊക്കെ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വർക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആ ഒരു ടൈമിൽ കൊടുക്കുക. അപ്പോൾ അത് കാരണം ഇതൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് പോകുന്നവരുണ്ട്. അപ്പോൾ അവർ ചെന്ന് എൻഡപ്പ് ചെയ്യുന്നത് ഒന്നുകിൽ ക്രോണിക് ആയിട്ടുള്ള ബാക്ക് പെയിനിലോട്ടും പ്രൊലോങ്ഡ് ആയിട്ടുള്ള മെഡിക്കേഷൻസിലോട്ടും ഈവൻ സർജറീസിൽ എൻഡപ്പ് ചെയ്തവർ വരെ ഉണ്ട്. അപ്പോൾ എന്തായിരുന്നു അവർക്ക് ചെയ്യാൻ സാധ്യമായിരുന്ന കാര്യങ്ങൾ? അവർ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, ഒരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് എടുത്തിരുന്നെങ്കിൽ, ദേ കുഡ് ഹാവ് അവോയ്ഡഡ് ഓൾ ദീസ് തിങ്സ്. അവർ ചെയ്ത മിസ്റ്റേക്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഞാൻ പറഞ്ഞ പോലെ പെയിൻ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ പെയിൻ നെഗ്ലക്റ്റ് ചെയ്യാം, ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാതെ അവരുടെ ഒബീസിറ്റി അല്ലെങ്കിൽ ഫുഡ് പാറ്റേൺസൊക്കെ ബെറ്റർ ആക്കാണ്ട് ഓവർ വെയ്റ്റിലോട്ട് പോവുക, അതുവഴി കോർ മസിൽസ് വീക്ക് ആവുക, പ്രോപ്പറായിട്ട് കോർ സ്ട്രെങ്തനിങ് എക്സസൈസസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഓവർ എ പീരീഡ് നമ്മുടെ മസിൽസും ജോയിൻറ്റും ഒക്കെ ഡീജനറേറ്റ് ചെയ്ത് നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ടുള്ള മെഡിക്കേഷൻസിലും സർജറീസിലും എൻഡപ്പ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാറുണ്ട് ക്ലിനിക്കിലൊക്കെ. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് ഈ പറഞ്ഞൊരു കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നമ്മൾ വരുത്തണം എന്ന് പറയുന്നത്.
പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡെയിലി ബേസിസിൽ പേഷ്യൻ്റ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്താൽ പെയിൻ ആകും, ഇതൊക്കെയാണ് പെയിനിൻ്റെ റീസൺസ്. അവർ വിചാരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നീ പെയിൻ വന്നു, എസ്പെഷ്യലി IT പ്രൊഫഷണൽസിലൊരു ഇത് ഞാൻ കണ്ടിട്ടുള്ളത്, 6 ഡേയ്സും അല്ലെങ്കിൽ 5 ഡേയ്സ് ഇൻ എ വീക്ക് വർക്ക് ചെയ്യുന്നവർ പെട്ടെന്നൊരു ദിവസം പോയി ഷട്ടിൽ കളിക്കുക അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുക, ഒന്ന് ആക്റ്റീവ് ആകണമല്ലോ എന്നുദ്ദേശിച്ച് ഇവർ പോയി കളിക്കും. അപ്പോൾ സഡൻലി അവർക്ക് പെയിൻ ഉണ്ടാവും. അപ്പോൾ ഡോക്ടറിനെ കാണുകയോ ഡോക്ടർ ഫിസിയോ സജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ നമ്മളോടുകൂടെ ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇവരെപ്പോഴും ആ പെയിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് കളിച്ച ആ ഒരു സിറ്റുവേഷനിലോട്ടാണ്. അതായത് ഞാൻ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒന്ന് കളിച്ചു, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നീ പെയിൻ വന്നു. യുവർ ബോഡി വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. അതാണ് അതിലെ മെയിൻ ഫാക്ടർ. നിങ്ങളെന്താ നിങ്ങളുടെ ബോഡിക്ക് കൊടുത്തിരിക്കുന്നത്? അതിന് ഈ 6-7 hours ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു ഇത് മാത്രമേ അറിയത്തുള്ളൂ. ബിക്കോസ് യു ഹാവ് ബീൻ ഫീഡിങ് ദാറ്റ് ടു ദ ബോഡി. ആ ഒരു ഇത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പോയി കളിക്കുക, ബോഡി വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ഇറ്റ് അറ്റ് ഓൾ. അപ്പോൾ സഡനായിട്ട് നമുക്ക് പെയിൻ ഷൂട്ടപ്പ് ആവും. ജോയിൻറ്റിനും മസിൽസിനും ഒന്നും ആ സ്ട്രെയിൻ തീരെ എടുക്കാൻ പറ്റാതാവും. നമ്മൾ പെട്ടെന്നുള്ളൊരു ആവേശത്തിൻ്റെ പുറത്ത് പോയി കളിച്ചതാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രെയിന് വരും ദിവസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ കളിച്ചിട്ട് നമുക്ക് പെയിനായി, അപ്പോൾ നമുക്കിനി ഇതൊന്നും പറ്റത്തില്ല. നമ്മൾ ബാക്ക് ടു നമ്മുടെ റെഗുലർ റുട്ടീൻ, 8 hours ഓഫ് വർക്കിംഗ്, ലാക്ക് ഓഫ് സ്ലീപ്പ്, നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് വൈറ്റമിൻ ഡീസ്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് നമ്മൾ പിന്നെയും നമ്മുടെ പൂർവ്വസ്ഥിതിയിലോട്ട് പോവുകയാണ്. പേഷ്യൻ്റ് ഇത് വന്ന് നമ്മൾ ഇവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അസസ്മെൻറ്റ്സ് ഒക്കെ എടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ ഇവരോട് ചോദിക്കും, എത്ര മണിക്കൂർ ഇരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു, എന്ത് പോസ്ചറിലിരിക്കുന്നു. ഇത് ആ അവയർനെസ് അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് ഇവരിത് പോലും തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ള കുറച്ച് മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ടാണ് അൾട്ടിമേറ്റ്ലി വി എൻഡഡ് അപ്പ് ഇൻ പെയിൻ. അല്ലെങ്കിൽ നമുക്കൊന്ന് ആഗ്രഹിച്ചാൽ നമുക്കൊന്ന് പോയി കളിക്കാൻ പോലും പറ്റാതെ പോകുന്നത് ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ളത് കൊണ്ടാണെന്ന് ഇവർ തിരിച്ചറിയുന്നത് അപ്പോഴാണ്. അപ്പോൾ ഇനി ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഇതിലുള്ള റോൾ എന്താണ്, അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി ഇൻ്റർവെൻഷൻ കാരണം നമുക്കിതിൽ എങ്ങനെ നമുക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ളത്. ഫിസിയോതെറാപ്പി ഈസ് ജസ്റ്റ് നോട്ട് അബൌട്ട് പെയിൻ റിലീഫ്. നമുക്കൊരു പെയിൻ വന്നിട്ട് അത് പോയി ടെമ്പററി ആയിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വരാനുള്ളൊരു പ്രക്രിയ അല്ല ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി ഈസ് ബേസിക്കലി ഒരു പേഷ്യൻ്റ് വരിക, അവരെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അസസ്മെൻറ്റ്സ് എടുത്ത് അവരുടെ ബോഡി മനസ്സിലാക്കി, അവരുടെ മസിൽസ് വർക്ക് ചെയ്യുന്ന രീതികൾ മനസ്സിലാക്കി, അവരുടെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കി, ആ പേഴ്സൺ എന്താണെന്ന് മനസ്സിലാക്കി, അവർക്ക് അനുയോജ്യമായ ട്രീറ്റ്മെൻറ്റ്, അത് പെയിൻ റിലീഫിനായിരുന്നാലും അവരുടെ ഇൻഫ്ലമേഷൻസ് റിലീഫ് ചെയ്യാനാണെങ്കിലും, ആ പ്രൈമറി ആയിട്ട് അവർ വന്ന സിംറ്റംസൊക്കെ റെഡ്യൂസ് ആക്കി ആ കിട്ടിയ റിലീഫിനെ സസ്റ്റെയിൻ ചെയ്യാൻ പാകത്തിനുള്ള എക്സസൈസസ് ആ ബോഡിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്യൂട്ടബിളായിട്ടുള്ള എക്സസൈസസ് അവർക്ക് കൃത്യമായി അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരതിനെ ട്രെയിൻ ചെയ്ത് ആ കിട്ടിയ റിലീഫിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടെയാണ് ഈ ഫിസിയോതെറാപ്പി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പേഷ്യൻസ് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഉള്ളൊരു പ്രവണത കണ്ടിട്ടുള്ളത്, ആ ഒരു ഇനീഷ്യൽ പെയിൻ റിലീഫൊക്കെ ആയി കഴിയുമ്പോഴത്തേനും പിന്നെ ഇവർ എക്സസൈസസിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കത്തില്ല. അവരത് നെഗ്ലക്റ്റ് ചെയ്ത് പെയിൻ കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അവരങ്ങ് പോകും. അപ്പോൾ ബേസിക്കലി അതല്ല ചെയ്യേണ്ടത്. നമ്മൾ പെയിൻ റിലീഫായി, ഇനി ആ കിട്ടിയ റിലീഫ് എങ്ങനെ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാം, എങ്ങനെ നമ്മുടെ എഗെയിൻ കമ്മിങ് ബാക്ക് ടു ചേഞ്ചിങ് അവർ ലൈഫ് സ്റ്റൈൽ, മേക്കിംഗ് എക്സസൈസസ് എ പാർട്ട് ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ, ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി പ്രോപ്പറായിട്ട് എക്സസൈസസ് ഒരു ഫിസിയോൻ്റെ കൂടെ ചെയ്ത് അത് പിന്നെ നമുക്ക് വീട്ടിൽ തുടർന്ന് എങ്ങനെ നമ്മുടെ സ്പേസിൽ നമുക്കതെങ്ങനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളൊരു എക്സ്പേർട്ട് അഡ്വൈസൊക്കെ എടുത്ത് പ്രോപ്പറായിട്ട് ആ രീതിയിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് അവർക്കുണ്ടാവും. ദേ വോണ്ട് ബി ടേക്കിംഗ് ലോങ് ടേം മെഡിക്കേഷൻസ്, അല്ലെങ്കിൽ അവർ ഒരു പരിധിവരെ നമുക്ക് സർജറീസും ലോങ് ടേം ആയിട്ടുള്ള മെഡിക്കേഷൻസ് വരെ ഒഴിവാക്കി ഇവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ദ തിങ് ഈസ് യു ഷുഡ് നോട്ട് ഡിലേ ഓർ യു ഷുഡ് നോട്ട് നെഗ്ലക്റ്റ് യുവർ പെയിൻ. നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ട്, ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, സോ ബോഡി ഈസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ് ടു യു. അതെന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായി എക്സ്പേർട്ട് ഒപ്പീനിയൻസ് എടുത്ത് നമ്മളത് ഫിക്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഭാവിയിൽ വരാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇത് തിരിച്ചറിയപ്പെടാതെ പോകുന്നത് പോലും നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇത് വളരെ ക്ലോസ്ലി ലിങ്ക്ഡ് ആയതുകൊണ്ടാണ് നമ്മളിത് അവെയർ അല്ലാത്തത്. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഞാൻ എന്നും 8 മണിക്കൂർ ഇരുന്ന് വർക്ക് ചെയ്യുന്നതല്ലേ, അത് പെട്ടെന്ന് എനിക്ക് എങ്ങനെയാണ് പെയിൻ ആവുന്നത്? അങ്ങനത്തെ ഒരു അവെയർനെസ് ഇല്ലായ്മയാണ് പിന്നെ വളരെയധികം പ്രശ്നങ്ങളിലോട്ട് കൊണ്ട് എത്തിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഫൈനലി വാട്ട് ഐ വോണ്ട് ടു സേ ഇസ് യുവർ ബോഡി ഹാസ് ബീൻ സപ്പോർട്ടിങ് യു ത്രൂ ഔട്ട് ആൻഡ് യുവർ ബോഡി ഈസ് സപ്പോർട്ടിങ് യു എവറി ഡേ എവറി മിനിറ്റ്.
it's your turn to support it back. Don't delay. Take up the opportunity, get expert opinion, and support your body back. Thank you. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.